ഹലോ ഹായ് മൈ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. അപ്പോൾ സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. സോ ക്ലാസ് എന്നൊന്നും പറയുന്നില്ല. ഇത്രയും ദിവസം നമ്മൾ ക്ലാസ്സിലായിരുന്നോ, ഉറക്കമില്ലാത്ത രാത്രികളിലായിരുന്നോ നിങ്ങളും ഞങ്ങളും അല്ലേ? അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എക്സാമിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, അങ്ങനെ ലീവ് ഇറ്റ്. അതിനെപ്പറ്റി നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ, ബേസിക് സയൻസ് ടഫായിരുന്നോ, മാത്സിന് നീ അറ്റൻഡ് ചെയ്തില്ലേ അല്ലെ? അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയാ അത് കഴിഞ്ഞു, അത് മനസ്സിലാക്കി ഇനി ഞാൻ മുന്നോട്ട് പഠിക്കും, ഉറപ്പായിട്ടും നിങ്ങൾ പറയാ. അപ്പൊ മക്കളെ, ഒരു കാര്യം എന്നെ ചെയ്യാനുള്ളൂ, കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കാതെ മുന്നോട്ട് വരാനുള്ളതിനെ പറ്റി നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആവുക. ആനുവൽ എക്സാം പ്ലസ് USS എക്സാമും കൂടെ ഉണ്ട്. ഫെബ്രുവരി 26-നാണ് USS പരീക്ഷ വരുന്നത്. എന്നാണ്? ഫെബ്രുവരി 26-ന്. ഫെബ്രുവരി 26-ാം തീയതിയാണ് എന്ത് വരുന്നത്? USS പരീക്ഷ. USS എപ്പോഴും നടക്കാറുള്ളത് പോലെ എപ്പോഴാണ്? ഫെബ്രുവരി 26. കാണുന്നില്ലേ? ഈ ഒരു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ 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 നല്ല രീതിയിൽ മനസ്സിൽ അങ്ങട് ഉറപ്പിക്കുക കേട്ടോ. ഫെബ്രുവരി 26 എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ അങ്ങട് ഉറപ്പിക്കുക. അപ്പോൾ ഫെബ്രുവരി 26-ാം തീയതി വരുന്ന USS പരീക്ഷയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൽ 20 മാർക്കിനുള്ള ഒരു ചോദ്യം ഏതാണെന്ന് വെച്ചാൽ, ഒരു പേപ്പർ ഏതാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും ആണ് കേട്ടോ. 20 മാർക്കിന് മാത്സും സോഷ്യലാണ്. അപ്പോൾ 20 മാർക്കാണ് ഇതിന് മാത്സ് ആൻഡ് സോഷ്യൽ. ബാക്കി 15 മാർക്ക് വീതമാണ് മാത്സ് സോഷ്യൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പറയാം. 20 മാർക്കിന് വരുന്ന മാത്സിനും സോഷ്യലിനും നിങ്ങൾക്ക് കുറച്ചധികം സമയം കൊടുക്കണം. സോഷ്യലൊക്കെ ഒരുപാട് വായിക്കാനുണ്ട് അല്ലേ, പരന്ന വായന വേണം. അപ്പോൾ മാത്സ് ആണെങ്കിൽ നന്നായിട്ട് ടൈം മാനേജ്മെൻറ്റ് അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൽ. അപ്പോൾ കഴിഞ്ഞ എക്സാം മാത്സിന് ടഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അതിന് കുറച്ചധികം സമയം കൊടുക്കണം. സോഷ്യൽ സയൻസിലെ ഓരോ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് റീഡിങ്, റിവിഷനാണ് സോഷ്യൽ സയൻസിനൊക്കെ വേണ്ടത്. കോണ്ടന്റ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ ബേസിക് സയൻസിൽ വേണ്ടത്. അപ്പോൾ മലയാളം നന്നായിട്ട് വായിക്കുക. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ എന്താണ്, ചില കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പോലുള്ള അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ പോലുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ച് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പരീക്ഷ കഴിഞ്ഞ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ എനിക്ക് വയ്യ. 15% ഓഫറോടുകൂടി ഇപ്പം അവഞ്ചേഴ്സിൻ്റെ എൻഡ് ഗെയിം ഉണ്ട് കേട്ടോ, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ടഫായിരുന്നവർക്കോ അല്ലെങ്കിൽ ഇത്രയും കാലം പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടവർക്കോ ഇവിടെ ഒരു സുവർണ്ണ അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലൂടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ഉള്ള സിലബസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുക. അതിന് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഞങ്ങളൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞു. എൻഡ് ഗെയിമിൻ്റെ ഇന്ന ദിവസം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടും എന്നുള്ളതാണ്. അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടും നിങ്ങളെ ആ ഒരു 7ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ, അതെന്തുകൊണ്ടാണ് കടമ്പയാകുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് USS ഉണ്ട്, പിന്നെ ഹൈസ്കൂളിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു തലമാണ്. ഇവിടെ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് 7ാം ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അടിത്തറ പാകണം. അടിത്തറ പാകിയിട്ട് മാത്രമാണ് 7ാം ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ മക്കളെ. അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത് ഇതാണ്, എല്ലാവരും ഈ ഒരു 995400400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇതാ QR കോഡ്, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് വിളിച്ചന്വേഷിക്കണം കേട്ടോ. പിന്നെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. നമ്മളെ പ്ലേ സ്റ്റോറിന്നോ അല്ല ആപ്പ് സ്റ്റോറിന്നോ സൈലം എന്ന് പറയുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ സൈലത്തിൽ നിന്ന് ഇത് ഫ്രീ ആയിട്ട്, സൈലം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് USS ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതാ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഓഫർ സ്വന്തമാക്കാം.
NY15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ്. അപ്പോൾ 15% ഓഫറോട് കൂടി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം എല്ലാവരും വെക്കേഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത്രയും കാലം നിങ്ങളൊരു ബേസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് USS ഒക്കെ അല്ലേ, അപ്പോൾ അത് ഒന്ന് തുടരുക, വിട്ടുപോകാതെ കുറച്ച് സമയമെങ്കിലടാ ഉറങ്ങുന്നതിന് മുമ്പ് അടിച്ചു പൊളിച്ചോളൂ. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem Learning.